ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ മുളക് മരങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. ഒക്കെ മുരടിച്ച് പോയ മരങ്ങളായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ അതാ നല്ല ഉഷാറായിട്ടുണ്ട്. ഒരു വൈലറ്റ് മുളക് കണ്ടില്ലേ? ഇതൊക്കെ കാന്താരി തൈ കൊടുന്ന് വെച്ചതാണ് ഞാൻ. അതിൽ പെട്ടതാട്ടോ ഈ വൈലറ്റ് മുളകൊക്കെ. ഇത് സാധാ പച്ചമുളകാണ് കേട്ടോ. അതൊക്കെ നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് മുളകുണ്ട് കേട്ടോ ഈ മുളക് മരത്തുമ്മയൊക്കെ. നല്ല ഉഷാറായിട്ടുണ്ട്. ഇതൊക്കെ മുരടിച്ചിരുന്നു. ഞാൻ ഈ കറുവത്തിൻ്റെ ഇലയും കറ്റാർവാഴൻ്റെ ജെല്ലും പാടെ മിക്സിയിലിട്ടടിച്ച് ആ സ്ലറി കേട്ടോ ഞാൻ അതിനൊക്കെ ഒഴിച്ചു കൊടുത്തിക്കണ്. അങ്ങനെയാണ് എൻ്റെ മുളകൊക്കെ മുരടിപ്പ് മാറിയത്. ഇപ്പം നല്ല പൂവും കായുണ്ട് കേട്ടോ. ഇതാ മഞ്ഞ കാന്താരി ഇതാ, പിന്നെ പച്ച ചെറിയ കാന്താരി അതും ഉണ്ട്, പിന്നെ വൈലറ്റ് കാന്താരി ഉണ്ട്. 3 ഐറ്റം കാന്താരി ഉണ്ട്. ഇത് നമ്മളെ ഉണ്ടമുളകാണ് കേട്ടോ. മറ്റേ സാധാ പച്ചമുളകും. എല്ലാവരും ചാണകപ്പൊടിയും കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് മണ്ണിട്ട് കൊടുക്കണം. ഒന്ന് മഴ ബാക്കിലേക്ക് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല മഴയുള്ള സമയമാണല്ലോ. അങ്ങനെ ഇപ്പം എൻ്റെ മുളക് മരമൊക്കെ ഉഷാറായി. പിന്നെ അതാ ഇത് പീച്ചിലാണ് കേട്ടോ. ഞാൻ അന്ന് നട്ടിരുന്നല്ലോ പീച്ചിലൊക്കെ അതാ ഉഷാറായിട്ടായിട്ടുണ്ട്. ഇനി ഒരു വടി എന്തെങ്കിലും വെച്ചിട്ട് കയറ് കെട്ടി മേലെ പന്തലുമൊക്കെ ഇത് പടർത്തി വിടണം. നല്ല ഉഷാറായി ഉണ്ടായിട്ടുണ്ട് പീച്ചിൽ. പിന്നെ എൻ്റെ തക്കാളിയാണ് കേട്ടോ. തക്കാളിയൊക്കെ പോയിന്ന് കരുതിയ തക്കാളിയാണ് ഇതൊക്കെ. ഞാനിത് വെയിൽ കൊള്ളണ ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ തക്കാളിയെല്ലാം ഉഷാറായിട്ടുണ്ട്. ഇനി ഇതിനും വേണം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് മണ്ണിട്ട് കൊടുത്താൽ ഉഷാറായി ഉണ്ടാവും. വേനൽക്കാലത്തെ മാതിരി ഉണ്ടാവണില്ല കേട്ടോ. തക്കാളിക്കൊക്കെ നല്ല വെയിലാണ് വേണ്ടത്. ഇപ്പോൾ വെയിൽ കുറവാണല്ലോ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. തക്കാളിക്കൊക്കെ ഉഷാറായി വരുന്നുണ്ട്. പിന്നെ എൻ്റെ വഴുതനയാണ്. വഴുതനയൊക്കെ ഞാൻ വെള്ളീച്ച വന്നെല്ലാം നാശമായിരുന്നു. അപ്പം ഞാൻ ഫുള്ള് കൊമ്പും വെട്ടിക്കൊടുത്ത് നിർത്തിയതാണ്. അപ്പം അതാ പുതിയ തഴുത്തുണ്ടായി, പുതിയ കൊമ്പുകളൊക്കെ വന്ന് അയിമതാ വഴുതന കായ്ക്കൽ തുടങ്ങി. പറിക്കാനായിട്ടോ വഴുതന. ഇത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്നറിയോ. നമുക്കിതിമൊന്ന് പറിക്കാൻ തോന്നില്ല. പച്ചമുളകൊന്നും എനിക്ക് പറിക്കാനേ തോന്നണില്ല. അതിമ ഇങ്ങനെ നിന്ന് കാണുന്നതാണ് എനിക്കിഷ്ടം. അപ്പം എൻ്റെ വഴുതന ഇതാ, ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം നട്ട വഴുതന കേട്ടോ. ഇപ്രാവശ്യം ഞാൻ വഴുതന നട്ടിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ മരമാണ് ഇതൊക്കെ. ഇത് അമരയാണ്. കുറ്റിയമര കായ്ക്കൽ നിന്നതാണ്. പിന്നെയും ഇപ്പോൾ ഇതാ പൂവിട്ട് പിന്നെയും കായ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.